ഹല്ലേലൂയ. കർത്താവായ ഈശോയുടെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരുന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കർത്താവായ ഈശോ നമ്മെ അതിനായി ഒരു ദിവസം കൂടെ അനുഗ്രഹിച്ചിരിക്കുന്നതിനോർത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. പ്രിയപ്പെട്ടവർ, നമ്മൾ വാർത്തകളിൽ കൂടെ ഇപ്പോൾ രണ്ട് വാർത്തകളാണ് നമ്മളിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു യുദ്ധസമാനമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലേക്ക് അവർ ആക്രമണം നടത്തുകയും നമ്മുടെ ഇന്ത്യൻ ശക്തമായ സേനയും നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ ഭരണാധികാരികളൊക്കെ വളരെ ശക്തമായി പ്രതികരിക്കുന്നതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സംരക്ഷണം കിട്ടുകയും നമ്മുടെ പട്ടാൾക്കാർ സുരക്ഷിതമായിരിക്കുകയും, എന്നാൽ ഇന്ത്യ വിചാരിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ നശിപ്പിക്കണമെന്നോ ആക്രമിക്കണമെന്നോ ആഗ്രഹിക്കുന്നോ അതൊക്കെ അത് ഇന്ത്യൻ പട്ടാളക്കാരുടെയും മന്ത്രിസഭയുടെയും തീരുമാനം അനുസരിച്ച് പോവുകയും ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ അതിന് ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം ആരംഭിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ചെറിയ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊന്നാമത്തെ വാർത്ത. രണ്ടാമത്തെ വാർത്ത എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ലോകത്ത് നിന്ന് കടന്നു പോയെന്നും അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് മറ്റൊരു പുതിയ മാർപ്പാപ്പ കത്തോലിക്ക സഭയെ നയിക്കുവാൻ വേണ്ടി വന്നിരിക്കുന്നു എന്നും അധികാരത്തിൽ വന്നിരിക്കുന്നു എന്നുള്ള രണ്ട് വാർത്തകളാണ് ഇന്ന് ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് നിലനിൽക്കുന്നത്. ഇവിടെ കഴിഞ്ഞ മുമ്പത്തെ ദിവസം ഞാനിട്ട വീഡിയോയിൽ നിങ്ങൾ മോക്ക് ഡ്രിൽ നടത്തിയോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ക്ലാസ് ഇട്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിലൊന്നും അധികം ആളുകളൊന്നും മോക്ക് ഡ്രിൽ നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ അത് എന്താണെന്ന് പോലും അറിയത്തില്ലായിരുന്നു. എന്നാൽ വാർത്തകളിൽ കൂടെയൊക്കെ നമ്മൾ കേട്ടപ്പോൾ എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ എടുത്ത് ചിന്തിക്കണം. അത് രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെ തന്നെയാണ് ഈ കാര്യങ്ങളുള്ളത്. അത് ഒന്നാമത്തേത് യുദ്ധത്തിൻ്റെ സംഭവം, മറ്റൊന്ന് ആഗോള തിരുസേവ നയിക്കുവാൻ ഒരു പുതിയ മാർപ്പാപ്പയെ നമുക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, വളരെ ശക്തമായി നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലൊന്നാമത്തെ നമ്മുടെ ചിന്ത, നമ്മൾ പോകേണ്ടത് നമ്മുടെ ദൈവവചനത്തിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടത് ഈ വചനത്തിലേക്കാണ്. അത് വെളിപാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 7-ാം തിരുവചനമാണ്. ആ തിരുവചനത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: എന്നാൽ 1000 വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ നിന്ന് മോചിതനാവും. ഭൂമിയിലുള്ള 4 കോണുകളിലുമുള്ള ജനതകളെ വഴിതെറ്റിക്കാൻ അവൻ പുറത്തു വരും. ഇതാണ് ആ വചനം. പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്താണ് നമ്മൾ കാണുന്നത്? 1000 വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ നിന്ന് മോചിതനാവും. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് 1967-ലോ 63-ലോ മറ്റോ ആയിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ചൈനയുമായിട്ട് യുദ്ധമുണ്ടായിരുന്നു. അതിനുശേഷം കുറേ കാലം യുദ്ധമുണ്ടാകാതെ നമ്മൾ സുരക്ഷിതമായി ജീവിക്കുകയായിരുന്നു. എന്നൊരു നിശ്ചിത കാലം കഴിഞ്ഞപ്പോൾ ഈ യുദ്ധം ചെയ്യണമെന്നുള്ള ചിന്തയും ആഗ്രഹവും പൈശാചികതകളും ഉണർന്ന് അത് പുറത്തിയാടി. ആ പുറത്തിയാടിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ നമുക്ക് ഈ യുദ്ധത്തിൻ്റെ സംഭവം നടക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പ്രിയപ്പെട്ടവരെ, ഇനി മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കാനുള്ളത് അതോട് ചേർന്ന് വരുന്ന ഒരു ഭാഗമാണ്. ആ ചേർന്ന് വരുന്ന ഒരു ഭാഗത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ ഇപ്പോഴാണ് സെഫാനിയയുടെ പുസ്തകം 1-ാം അധ്യായം 14-ാം തിരുവചനമാണ്. അവിടെ കർത്താവ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു: കർത്താവിൻ്റെ മഹാദിനം അടുത്തിരിക്കുന്നു, അത് അതിവേഗം അടുത്തു വരുന്നു. കർത്താവിൻ്റെ മഹാദിനം അടുത്തിരിക്കുന്നു, അത് അതിവേഗം അടുത്തു വരുന്നു. ഈ രണ്ട് വചനത്തെയും നമ്മൾ കോർത്തിണക്കി ചിന്തിക്കുമ്പോൾ നമ്മളൊരു സത്യം മനസ്സിലാക്കേണ്ടത് ഇപ്രകാരമാണ്. അതായത് ലോകത്ത് ഇപ്പം ഇസ്രായേലിൻ്റെ പ്രശ്നങ്ങൾ നമുക്കറിയാം, ഉക്രൈൻ്റെ പ്രശ്നങ്ങൾ നമുക്കറിയാം. അപ്പോൾ 1-ാം യുദ്ധമുഖം തുറന്നു. ആദ്യം തുറന്നത് ഉക്രൈനുമായിട്ടുള്ള പ്രശ്നമായിരുന്നു. രണ്ടാമത് ഇസ്രായേലിനോട് യുദ്ധം പ്രഖ്യാപനം അതായിരുന്നു. 3-ാമത് ഒരു യുദ്ധം കൂടെ ലോകത്ത് ആരംഭിച്ചിരിക്കുന്നു, അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളതാണ്. ഇനി 4-ാമത് ഒരു പക്ഷേ ഈ ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂറോപ്യൻ രാഷ്ട്രങ്ങളിലേക്കോ ഒക്കെ സംഭവിക്കാം. അങ്ങനെ 5-ാമത് 6-ാമത് എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ അവിടെ സഫാനിയുടെ പുസ്തകത്തിൽ പറഞ്ഞൊരു വചനവും വെളിപാട് 20-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ പറഞ്ഞ വചനവും ഇതാ: കർത്താവിൻ്റെ ദിവസം അടുത്തടുത്ത് വരുന്നു, അതിവേഗം വരുന്നു, 1000 വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ മോചിതനാവും. ഈ രണ്ട് വചനങ്ങളെയും ചേർത്ത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് യുദ്ധം ആസന്നമാണ്. യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭയാനകതയും ഭീകരതയും നാം വാർത്തയിൽ കൂടെ കാണുന്നു, ചിത്രങ്ങളിൽ കൂടെ കാണുന്നു. അതിൻ്റെ വേദനയും സഹനവും ദുഃഖവും മനുഷ്യൻ ഏറ്റുവാങ്ങുന്നു. നിരപരാധികൾ കൊല്ലപ്പെടുന്നു, മുറിവേറ്റവരുടെ നിലവിളി നമ്മൾ കേൾക്കുന്നു.
അങ്ങനെ അതിൻ്റെ പരിണിത ഫലത്തെക്കുറിച്ച് ലോകം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും മുൻ കാലഘട്ടങ്ങളിലെ 1-2 ലോക മഹായുദ്ധത്തിൻ്റെ അതിൻ്റെ തിക്തഫലങ്ങളും ഭീകരതയും ലോകം മറന്നിട്ടില്ല. ഇപ്പോഴും ആ തലമുറയിൽപ്പെട്ടവർ ഇന്നും ജീവിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എന്നിട്ടും മനുഷ്യൻ പാപത്തിൻ്റെ തിന്മയുടെ അടിമത്വത്തിലേക്ക് പോവുകയും ദുഷ്ടത ചെയ്യാൻ പ്രേരണ കിട്ടുകയും 1000 വർഷം കഴിയുമ്പോൾ സാത്താൻ ബന്ധത്തിന് മോചനാകും എന്ന് പറഞ്ഞതുപോലെ ഈ 1000 വർഷം തികയാൻ പോകുന്ന ഈ കാലഘട്ടങ്ങളിൽ 50, 60, 70 വർഷമായ പഴയ കാലഘട്ട യുദ്ധത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പുതിയ യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്യുമ്പോൾ നമുക്ക് 2 കാര്യം മനസ്സിലാക്കാം. ഒന്ന്, യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ്. മറ്റൊന്ന്, യുഗാന്ത്യത്തിലേക്കുള്ള പോക്ക്. ഒന്ന് യുഗാന്ത്യം, മറ്റൊന്ന് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഒന്നത്. അപ്പോൾ യുഗം അവസാനിക്കാൻ പോകുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണവും തെളിവും മനുഷ്യൻ ഇന്ന് കണ്ണുകൊണ്ട് കാണുകയാണ്. ഒരു യുദ്ധം വരും എന്ന് പറയുകയല്ല മനുഷ്യൻ സംഭവിക്കുന്നത്, മനുഷ്യൻ കാണുന്നത്. അത് റിയലായിട്ട് സത്യമായിട്ടും ലോകത്ത് സംഭവിക്കുന്നത് കാണുകയും കേൾക്കുകയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യമായിട്ട് വരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് ആഗതമായിരിക്കുന്ന കാലഘട്ടങ്ങളിലേക്ക് നമ്മൾ അടുത്തടുത്ത് വരികയാണ്. അതുകൊണ്ടാണ് സഭയുടെ പുസ്തകത്തിൽ പറഞ്ഞത്, ഇത് കർത്താവിൻ്റെ ദിനം അതിവേഗം വരുന്നു, അത് അതിവേഗം അടുത്ത് വരുന്നു. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കണം, മാർപ്പാപ്പയുടെ പുതിയ സ്ഥാനാരോഹണം. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്, പഴയ മാർപ്പാപ്പ കത്തോലിക്ക സഭയ്ക്ക് നൽകിയ സംഭാവനകളല്ലാതെ എന്തെങ്കിലും ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതും ലോകം കണ്ടതാണ്. അത് ഞാൻ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഈ ലോകത്തിലെ എല്ലാവരും വാർത്തയിൽ കൂടിയും മറ്റ് മാധ്യമങ്ങളിൽ കൂടെയൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തതാണ്. ഇനി നമ്മുടെ പ്രതീക്ഷ പുതിയ മാർപ്പാപ്പയിലാണ്. അപ്പോൾ പുതിയ മാർപ്പാപ്പയുടെ മുമ്പിൽ ഈ യേശുവിൻ്റെ രണ്ടാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് സഭയുടെ മുമ്പിൽ, മാർപ്പാപ്പയുടെ മുമ്പിൽ ഉള്ളത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഇനി 2030 കാലഘട്ടങ്ങളാകുമ്പോഴത്തേനും എന്താ സംഭവിക്കുക? 666 എന്ന കാര്യങ്ങൾ ഭൂമിയിലേക്ക് വരാൻ പോകുന്നു. ബൈബിളിൽ പറഞ്ഞ ചില സംഭവങ്ങൾ നടക്കാൻ പോകുന്നു. മറ്റൊന്ന്, ആഗോള യുദ്ധം അതിൻ്റെ ഭീകരതയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. 3, യേശുവിൻ്റെ വരവിനെ പറ്റിയുള്ള ക്ലാസ്സുകളും ധ്യാനങ്ങളും ആരാധനകളും സഭയിൽ സംഭവിക്കേണ്ടതുണ്ട്. 4, ആഗോള തിരുസഭയുടെ ശക്തമായ ഒരുക്കം നമുക്ക് ആവശ്യമാണ്. 5, ഒരു പന്തക്കുസ്ത അനുഭവം, അഥവാ 1, 2. കേരളത്തിൽ 2ാം പന്തക്കുസ്ത കഴിഞ്ഞു, ഇനി 3ാം പന്തക്കുസ്ത. 3ാം പന്തക്കുസ്ത എന്ന് പറയുന്നത് നമുക്കറിയാം, 50 വർഷം മുമ്പ് കേരള സഭയിൽ അതിശക്തമായ കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം വന്നു. അതിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാനും അതിൽ സംബന്ധിച്ചിരുന്നു. ധാരാളം ശുശ്രൂഷകളും പ്രവൃത്തികളും അതിലൂടെ കത്തോലിക്ക സഭയ്ക്കും ലോകത്തിനും നൽകിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ കർത്താവിനെ അറിയാനും എന്താണ് ദൈവവചനം, അല്ല ദൈവവചനത്തെ പറഞ്ഞ സത്യം എന്താണെന്ന് മനസ്സിലാക്കാനും പഠിക്കാനും സാധിച്ചു. അതിൻ്റെ പേരിൽ അന്നും ഇന്നും ഒത്തിരി ആളുകൾ അത്ഭുതങ്ങൾ കാണുകയും രോഗശാന്തി സംഭവിക്കുകയും വിദേശ നാടുകളിലേക്ക് ചേക്കേറുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അത് ഒരു പരിധിവരെ 2ാം പന്തക്കുസ്തയിൽ കർത്താവിനെ അറിഞ്ഞു വന്നിരുന്ന പന്തക്കുസ്തിയായിരുന്നു. യേശുവിനെ അറിയുക, സഭയുടെ പ്രവൃത്തികളെ അറിയുക, കൗദാശിക തലങ്ങളെ പഠിക്കുക, അറിയുക, രോഗശാന്തികൾ നേടുക, വിശുദ്ധി നേടുക, യേശുവിനോട് ചേർന്ന് നിൽക്കുക, യേശുവിൻ്റെ വരവേറ്റ് ഒരുങ്ങുക. ഇതായിരുന്നു ആദ്യത്തെ കേരള സഭയിലെ പന്തക്കുസ്ത അനുഭവമെങ്കിൽ 2ാം പന്തക്കുസ്തയുടെ ആദ്യത്തെ അനുഭവം 50 വർഷങ്ങൾ പിന്നിട്ട പന്തക്കുസ്ത അനുഭവം വന്നപ്പോൾ കേരള സഭയുടെ നാശം, അതായത് നമ്മൾ എറണാകുളം അങ്കമാലി രൂപത്തെ പ്രശ്നങ്ങൾ കണ്ടു, വിശ്വാസ തകർച്ച കണ്ടു, മൂല്യച്യുതി കണ്ടു, വിശുദ്ധി നഷ്ടപ്പെട്ടവരെ കണ്ടു, ദേവാലയത്തിലെ അക്രമവും അനീതിയും കണ്ടു, അതോടനുബന്ധിച്ചിരുന്ന നുണപ്രചരണങ്ങളും അശുദ്ധ സംഭാഷണങ്ങളും പരസ്പരമുള്ള കേസും ഇതെല്ലാം നമ്മൾ കണ്ടു. അപ്പോൾ ഒരിടത്ത് ആദ്യം നമ്മൾ സഭയുടെ ഉയർച്ചയും പുരോഗതിയും യേശുവിലേക്കുള്ള അടുപ്പമാണ് കണ്ടെങ്കിൽ, ആ പന്തക്കുസ്ത അനുഭവത്തിൻ്റെ അവസാന കാലഘട്ടം വന്നപ്പോൾ അത് സഭയുടെ നാശവും സഭയുടെ തകർച്ചയും ജനങ്ങളുടെ വിശ്വാസരാഹിത്യവും അതിൻ്റെ പ്രത്യാഘാതവും നമ്മൾ കണ്ടു. ഈ പശ്ചാത്തലത്തിലാണ്, ഈ യേശുവിൻ്റെ രണ്ടാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ട പശ്ചാത്തലം ഒരുങ്ങി നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് നമ്മൾ പുതിയ പുതിയ മാർപ്പാപ്പ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മാർപ്പാപ്പയുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: യേശുവിൻ്റെ രണ്ടാമത്തെ വരവിന് മാർപ്പാപ്പ ഈ ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ്? അത് എൻ്റെ ചോദ്യമാണ്, വ്യക്തിപരമായ ചോദ്യം. രണ്ടാമത്, 666 എന്ന വെളിപാട് ഗ്രന്ഥത്തിലെ മുദ്രയെ കത്തോലിക്ക സഭ എങ്ങനെ നോക്കിക്കാണും? അതിനെപ്പറ്റിയുള്ള പഠനവും അതിനെപ്പറ്റിയുള്ള ചർച്ചകളും സഭയിൽ ഉണ്ടാകുമോ? 3, ഒരു 3ാം പന്തക്കുസ്ത എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? അതായത് ഒരു 3ാമത്തെ പന്തക്കുസ്ത അനുഭവം പറയുന്നത്, ഇനി മനുഷ്യന് സഭയിൽ മാനസാന്തരമല്ല ആവശ്യം, പശ്ചാത്താപമല്ല ആവശ്യം, അതിന് പശ്ചാത്താപത്തിൻ്റെ ഒരു ചെറിയ കരച്ചിലോ ഇതോ ഒന്നുമല്ല ആവശ്യം, അതിശക്തമായ രൂപാന്തരീകരണമാണ് ആവശ്യം. അതിന് അനുതാപവും പശ്ചാത്താപം ആവശ്യമാണ്, അതിന് ഉപസാരങ്ങളും പ്രക്രിയകളും ആവശ്യമാണ്. പക്ഷേ ഒരു മാനസാന്തരം എന്നതുകൊണ്ട് മാത്രം നിൽക്കാതെ, പശ്ചാത്താപം എന്നതുകൊണ്ട് മാത്രം നിൽക്കാതെ,
വലിയ മാനുഷിക രൂപാന്തരീകരണം. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, വിശുദ്ധിയുടെ കാര്യത്തിൽ, കുമ്പസാരത്തിൻ്റെ കാര്യത്തിൽ, വചന പ്രഘോഷണത്തിൻ്റെ കാര്യത്തിൽ, വചന ശുശ്രൂഷയുടെ കാര്യത്തിൽ, വചനം ശ്രവിക്കുന്ന കാര്യത്തിലെല്ലാം യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് ഊന്നി പറഞ്ഞുകൊണ്ടും യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടുന്ന തിരുവചനങ്ങളെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും എടുത്തു വെച്ച് വ്യാഖ്യാനിച്ച് ജനത്തെ പഠിപ്പിച്ച് ഒരുക്കി യേശു വരാറായതിൻ്റെ തെളിവ് ലോകത്തിൽ കാണുന്ന കാലഘട്ടം, യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, പ്രശ്നങ്ങൾ ആഗോള സഭയിലും ആഗോള രാഷ്ട്രങ്ങളിലും സംഭവിക്കുന്ന തെളിവ് കണ്ടുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായിട്ട് ഇനി ഒരു മൂന്നാം പന്തക്കുസ്ത ഒരുങ്ങേണ്ടത്. പ്രിയപ്പെട്ട സഹോദരരെ, ഇവിടെ ഞാൻ ഉറ്റുനോക്കുകയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പുതിയ മാർപ്പാപ്പയെ. ജനവും ലോകം ഉറ്റുനോക്കുന്നുണ്ട്. ഞാൻ ശ്രദ്ധിക്കുകയാണ് പുതിയ മാർപ്പാപ്പയുടെ അതിർത്തിയിൽ നിന്നും സ്വർഗഭോഗത്തെ എങ്ങനെ കാണുന്നു, ഇന്നത്തെ ലിവിങ് ടുതറിനെ എങ്ങനെ കാണുന്നു, ഡൈവോഴ്സിന് എണ്ണം വർദ്ധിച്ചതിനെ എങ്ങനെ കാണുന്നു, കൗദാശിക തലങ്ങളിലെ വചനഘടനയുടെ മാറ്റത്തെ എങ്ങനെ കാണുന്നു, കുർബാനയിലെ ഭിന്നിപ്പും കുർബാനയിലെ വചനത്തിൻ്റെ ഘടനയുടെ മാറ്റത്തെ എങ്ങനെ കാണുന്നു, ഫ്രീമേസൺ സംവിധാനത്തെ സഭ എങ്ങനെ നോക്കിക്കാണുന്നു, പുതിയ രീതിയിലുള്ള വചനപ്രഘോഷണവും പുതിയ രീതിയിലുള്ള ബൈബിളും പുതിയ രീതിയിലുള്ള കുർബാനക്രമത്തെയും എങ്ങനെ മാർപ്പാപ്പ നോക്കിക്കാണുന്നു. ഇങ്ങനെ അതിശക്തമായ അതിനിർണായകമായ സഭയുടെ പ്രശ്നങ്ങളെ പുതിയ മാർപ്പാപ്പ എങ്ങനെ നോക്കിക്കാണുന്നുവെന്നും എങ്ങനെ പഠിക്കുന്നു പരിഹരിക്കുന്നുവെന്നും നാം അറിയുവാൻ കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഞാൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇപ്പോൾ കണ്ടത്, കഴിഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലഘട്ടങ്ങളിൽ കണ്ടത്, വിശുദ്ധ ഗ്രന്ഥത്തിനും വിരുദ്ധമായിട്ട് കുറേയേറെ കാര്യങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. പച്ചമാമയുടെ സഭകളും കുറേ കാര്യങ്ങൾ ലോകത്തിന് അറിയാവുന്നതാണ്, ഒന്നും പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി അതിനെ തിരുത്തുവാനാണോ പുതിയ മാർപ്പാപ്പ ആഗ്രഹിക്കുന്നത്, അതിനെ പിന്തുടരുവാനാണോ മാർപ്പാപ്പ ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യമാണ് എളിയദാസൻ സഭയോടും മാർപ്പാപ്പയുടെ കാര്യാലയത്തോടും ചോദിക്കുകയാണ് ഞാൻ. ആ ചോദ്യം ഇതാണ്: ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാര്യങ്ങളെ പിന്തുടരുവാനാണോ പദ്ധതി, അതോ വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കി സഭയെ മുന്നോട്ട് ഒരു കുതിരയെപ്പോലെ നയിക്കുവാൻ ശക്തമായി പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകശക്തിയാൽ വരദാനങ്ങളാൽ നിറഞ്ഞ് അത്ഭുതങ്ങളും അടയാളം പ്രവർത്തിക്കുന്ന ജനകോടികൾ 140 കോടി വരുന്ന കത്തോലിക്ക സഭയിലെ വിശ്വാസികൾ ഉണർന്ന് അതിശക്തമായി രൂപാന്തരപ്പെട്ട് വലിയ പശ്ചാത്താപത്തിൻ്റെ അനുതാപത്തിൻ്റെ കണ്ണുനീരുകളിൽ കൂടെ കടന്നുപോവുകയും മനുഷ്യരിപ്പോൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളെയും മാറ്റിവെച്ച് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് തൻ്റെ ഹൃദയവും മനസ്സും ആത്മാവും ചേർത്ത് വെച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശു ക്രിസ്തു എന്തു പറഞ്ഞോ, പരിശുദ്ധാത്മാവ് എന്തു പറഞ്ഞോ, അതിനെ ആസ്പദമാക്കി സഭയെ, കുടുംബത്തെ, ഇടവകയെ, ആഗോള സഭയെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു വലിയ ബൃഹത് പദ്ധതിക്കാണോ മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുന്നത് എന്ന് കാതോർത്തിരിക്കുകയാണ് ഞാൻ. അതേപോലെ പ്രിയപ്പെട്ടവരെ, നിങ്ങളും കാതോർത്തിരിക്കുകയായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകം മാർപ്പാപ്പയുടെ അതിർത്തിയിൽ വരുന്ന ഓരോ വചനത്തെയും നിഗൂഢമായി പഠിക്കും, വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കും. കാരണം യേശുവിൻ്റെ രണ്ടാം വരവ് ഒരുങ്ങി നിൽക്കുന്ന കാലഘട്ടത്തിൽ മാർപ്പാപ്പ ഈ ആധുനിക സഭയെ എങ്ങനെ നയിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഞാൻ ഇതിനെ വിലയിരുത്തുക. അഥവാ ഇന്ന് സഭയുടെ മുന്നോട്ടുള്ള പ്രയാണം അതിനെയായിരിക്കും. അതിന് പ്രത്യേകിച്ചും ഉപോത്ബദ്ധകമായി ഞാൻ നിങ്ങൾ പറയുന്ന വചനങ്ങൾ വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ കൂടിയാണ് ഞാൻ മാർപ്പാപ്പയെ ഉറ്റുനോക്കുന്നത്. അധിക വചനം ഇങ്ങനെയാണ്, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്: ജീവന്റെ വർഷത്തിൽ അവകാശം ലഭിക്കാനും കവാടങ്ങളെ നഗരത്തിലേക്ക് വീക്ഷിക്കാനും തങ്ങളുടെ അങ്കികൾ കഴി വിശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഒന്ന്, ഒരു വിശ്വാസ പ്രക്രിയ, വിശുദ്ധീകരണ പ്രക്രിയ, രൂപാന്തരണ പ്രക്രിയ ആരംഭിക്കുകയും അവസാനിക്കുകയും നിലനിൽക്കുകയും ചെയ്യേണ്ട പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും ശക്തമായ വചനമാണ് വെളിപാട് 22:14. ഇനി അതോടനുബന്ധിച്ച് തന്നെ എളിദാസന് സഭയോട്, ആഗോള തിരുസഭയോട് ആഹ്വാനം ചെയ്യാനുള്ളതും ആഗോള തിരുസഭയുടെ നേതൃസ്ഥാനത്തിലേക്ക് വന്നതിന് പ്രിയപ്പെട്ട ഫ്രാൻസിസ് പുതിയ മാർപ്പാപ്പയോടും എനിക്ക് ആഹ്വാനം ചെയ്യുന്നത് വെളിപാട് 18:3 എന്ന വചനമാണ്. അതിങ്ങനെയാണ്: അവൾ പിശാചികളുടെ വാസസ്ഥലവും എല്ലാ അശുദ്ധാത്മാക്കളുടെയും സങ്കേതവും അശുദ്ധവും ഭീമത്സമായ സകല പക്ഷികളുടെയും താവളമായി. എന്നാൽ സകല ജനതകളും അവളുടെ ഭോഗാസക്തിയുടെ മാതമായി വീഞ്ഞ് പാനം ചെയ്തു. ഭൂമിയിലെ രാജാക്കന്മാർ അവളുമായി വ്യഭിചാരം ചെയ്തു. അവളുടെ സുഖഭോഗ വസ്തുക്കൾ വഴി വ്യാപാരികൾ ധനികരായി. ഈ രണ്ട് വചനവും ഉൽപ്പത്തി മുതൽ വെളിപാട് ഗ്രന്ഥം വരെ, ലോകം അവസാനിച്ച് സ്വർഗത്തിൽ എത്തുന്നത് വരെ ഉള്ള പാതയും വഴിയും ചൂണ്ടുപലകയുമാണ്. ഈ രണ്ട് വചനത്തെ ആസ്പദമാക്കി ആഗോള തിരുസഭ എന്ത് തീരുമാനമെടുക്കുന്നുവോ, ആഗോള തിരുസഭ എങ്ങനെ സഭയെ മുന്നോട്ട് നയിക്കുന്നുവോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സഭയുടെ നിലനിൽപ്പും ജനങ്ങളുടെ വിശുദ്ധിയും.
അതുകൊണ്ട് തന്നെ പ്രിയ സഹോദരരെ, നാം മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും ആഗോള സഭയ്ക്ക് വേണ്ടിയും മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കാനുള്ള കടമയും ഉത്തരവാദിത്വവും നമുക്കുമുണ്ട്. എല്ലാ വൈദ്യർക്ക് വേണ്ടി, എല്ലാ ബിഷപ്പുമാർക്ക് വേണ്ടി, എല്ലാ കർദിനാൾമാർക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ട മാർപ്പാപ്പയ്ക്ക് വേണ്ടി അതിശക്തമായി നമ്മൾ മാധ്യസ്ഥം വഹിക്കേണ്ട സമയവും ഇത് തന്നെയാണ്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയിലൂടെ ഈ 2 വചനത്തെ ആസ്പദമാക്കി സഭ എങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു എന്നതിൻ്റെ വെളിച്ചത്തെ നോക്കിക്കണ്ട് ഗ്രഹിച്ച്, ഇനി നിങ്ങളോട് ഞാനൊരു മുന്നറിയിപ്പ് രീതിയിലൂടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട എൻ്റെ ശ്രോതാക്കളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ 2 വചനത്തെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ വിശദീകരിച്ചുകൊണ്ട്, വ്യാഖ്യാനിച്ചുകൊണ്ട് സഭയുടെ നിലനിൽപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഘടകവിരുദ്ധമായിട്ടാണ് മാർപ്പാപ്പയുടെ അടുത്തു നിന്നോ കാര്യാലയത്തിൽ നിന്നോ സന്ദേശങ്ങൾ വരുന്നത്, പഠനം വരുന്നതെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നാം അതിനൊരു കാര്യം മനസ്സിലാക്കിക്കോണം. നാം സഭയെ അല്ല ആശ്രയിക്കേണ്ടത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട പിതാവ് എഴുതിയ വചനം, പുത്രനായ യേശു പറഞ്ഞ വചനം, പരിശുദ്ധാത്മാവ് പറഞ്ഞ വചനം, ത്രിത്വം എഴുതിയ വെളിപാട് ഗ്രന്ഥത്തിലെ വചനങ്ങൾ, ഈ വചനത്തിൽ ആഴപ്പെട്ടുകൊണ്ട്, വചനത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ജീവിതത്തെ, മനസ്സിനെ, ശരീരത്തെ, ആത്മാവിനെ ക്രമീകരിച്ചു കൊള്ളണം. അല്ലെങ്കിൽ നാം വലിയ പാതാളക്കുഴിയിലേക്ക്, തെറ്റിലേക്ക്, പടുകുഴിയിലേക്ക് വീണ്ടുപോകും. കാരണം ഈ 2 വചനത്തിനകത്തും ഞാൻ നിങ്ങളോട് പറഞ്ഞ 2 വചനങ്ങളിൽ ഈ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും തീവ്രമായി ഞാൻ പറഞ്ഞത്. ഒരു വ്യക്തിയുടെ രൂപാന്തരീകരണം വെളിപാട് 22:14 കിടക്കുന്നു. വലിയ മാനസാന്തര പശ്ചാത്തലവും അനുതാപവും രൂപാന്തരം അതിനകത്ത് കിടക്കുന്നു. വെളിപാട് 18:3 ഈ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ അടങ്ങിയിരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മുഴുവൻ നിയമാവലികളും അതിൻ്റെ പ്രശ്നങ്ങളും ഈ വെളിപാട് 18:3 അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വെളിപാട് ഗ്രന്ഥത്തെ, ഈ വചനത്തെ ആസ്പദമാക്കി സഭ എങ്ങനെ പ്രതികരിക്കുന്നു, സഭ എങ്ങനെ നീതീകരിക്കപ്പെടുന്നു, സഭ എങ്ങനെ നീതി സമൂഹത്തിന്, രാഷ്ട്രത്തിന്, സഭയ്ക്ക്, ലോകത്തിന് എങ്ങനെ കൊടുക്കുന്നു എൻ്റെ അടിസ്ഥാനത്തിലേക്കും സഭയുടെ നിലനിൽപ്പും സഭയുടെ ഉയർച്ചയും യേശുവിൻ്റെ രണ്ടാമത്തേനും. അതുകൊണ്ട് ഞാൻ ഈ എന്നെ ശ്രമിക്കുന്ന സഹോദരങ്ങളോട് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്, ഞാൻ ആവശ്യപ്പെടുകയാണ്, ഞാൻ ശ്രദ്ധാപൂർവം ഇരിക്കാൻ പറയുകയാണ്. അതിങ്ങനെയാണ്, ഈ 2 വചനത്തെ ആസ്പദമാക്കി കത്തോലിക്ക സഭ എങ്ങനെ മുന്നോട്ട് കുതിക്കുന്നു, ഈ 2 വചനത്തെ ആസ്പദമാക്കി നമ്മുടെ കേരള സഭ ഇതിനെ എങ്ങനെ പ്രതികരിക്കുന്നു, ഈ 2 വചനത്തെ ആസ്പദമാക്കി നാം ഓരോരുത്തരും എങ്ങനെ യേശു ക്രിസ്തുവിനോട് പ്രതികരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലിരിക്കും നമ്മുടെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനവും നരകത്തിലേക്ക് അഥവാ പാതാളത്തിലുള്ള മാറ്റപ്പെടലും. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഈ 2 വചനത്തെ നമ്മൾ യേശുവിന് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ ആസ്പദമാക്കി സഭയെ ശക്തീകരിക്കുവാൻ, പരിശുദ്ധാത്മ നിറയ്ക്കുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും കർത്താവായ യേശു ക്രിസ്തുവിന് മുമ്പിൽ നമ്മുടെ വിഷയങ്ങളെ സമർപ്പിക്കാം. അതിനായി നമ്മെ ഓരോരുത്തരെയും സർവശക്തനായ യേശുനാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ തിരുവചനം നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നവീകരിക്കട്ടെ, വിശുദ്ധീകരിക്കട്ടെ, പരിപാലിക്കട്ടെ, പരിശുദ്ധാത്മാവ് നിറയ്ക്കട്ടെ. യേശു ക്രിസ്തു തിരുത്വം നമ്മെ ഓരോരുത്തരെയും സകലവിധ പാപത്തിൽ നിന്നും, സകലവിധ തിന്മയിൽ നിന്നും, സകലവിധ അശുദ്ധ മ്ലേച്ഛയിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് അഗ്നി എന്നെ രൂപാന്തരപ്പെടുത്തുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ പുതിയ വീക്ഷണത്തിലേക്കും, പുതിയ കാഴ്ചപ്പാടിലേക്കും, പുതിയ വിശുദ്ധീകരണ പ്രക്രിയയിലേക്കും കൊണ്ടെത്തുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ അഗ്നിയായി തീപ്പന്തമാക്കി രൂപാന്തരപ്പെടുത്തട്ടെ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിത്യജീവന് ഉതകുന്ന, നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ തക്കവിധമുള്ള ഒരു ശരീരഘടനയുള്ള വ്യക്തിയായി രൂപാന്തരപ്പെടുത്തുമാറാകട്ടെ. അതിനായി നമ്മെ ഓരോരുത്തരെയും സർവശക്തനായ യേശുനാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.